കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, തീരശോഷണം, പരിസ്ഥിതിലോല മേഖലകൾ തുടങ്ങി കാരണങ്ങൾ പലതാണ്. ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ, തുടർ ദുരന്ത സാധ്യതകളെ നേരിടാൻ കേരളം ബജറ്റിൽ എന്താകും കരുതുന്നത്? കേന്ദ്രം അവഗണിച്ച മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും കേരളം എന്ത് നൽകും? സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷകളേറെയാണ്. ഓഖിക്കും പ്രളയത്തിനും ശേഷം ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ നേരിടുകയാണ് കേരളം. ദുരന്ത നിവാരണത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമെല്ലാം ബജറ്റിലെ നീക്കിയിരിപ്പിന് എത്രയോ മുകളിലാണ് ഈ കാലയളവിൽ ചെലവഴിച്ചത്. ഇത്തവണ ബജറ്റിൽ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ നേരിടാൻ കൂടുതൽ തുക വകയിരുത്തുമോ? പ്രതീക്ഷയുണ്ട്. 2018 ശേഷം അപ്രതീക്ഷിത ദുരന്തങ്ങൾ നേരിടാൻ കേരളം ബജറ്റിന് പുറമെ 4273 കോടി രൂപ ചെലവഴിച്ചതായാണ് കണക്ക്. ഈ കാലയളവിൽ കേന്ദ്രത്തോട് 9089 കോടി രൂപ കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയതാകട്ടെ 2018 പ്രളയത്തിന്റെ 2904 കോടി രൂപ മാത്രം. കഴിഞ്ഞ 12 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അപ്രതീക്ഷിതമുണ്ടായ ദുരന്തങ്ങൾ മറികടക്കാൻ കേന്ദ്രത്തോട് 18,910 കോടി രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയത് 3146 കോടി രൂപ മാത്രം. ദുരന്ത നിവാരണ ഫണ്ടിൽ 75% കേന്ദ്രവും 25% സംസ്ഥാനവുമാണ് വകയിരുത്തുന്നത്. പക്ഷേ അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ സംസ്ഥാനം ചെലവഴിച്ച തുക പോലും കേന്ദ്രം നൽകിയില്ല. ഈ സാഹചര്യത്തിൽ 16ാം ധനകമ്മീഷനോട് 13,900 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന തുക കാത്തിരിക്കണമോ? സ്വന്തം നിലയിൽ പുനരധിവാസ മുൻകരുതൽ നടപടികളുമായി കേരളം മുന്നോട്ട് പോകണമോ? ഇതുവരെയുള്ള അനുഭവത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വലിയ പ്രതീക്ഷ വേണ്ട. സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബജറ്റിലെ പ്രതീക്ഷ. 2018 മുതൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണത്തെ അട്ടിമറിച്ചത് കൂടുതലും ഇടയ്ക്കിടെയുണ്ടായ ദുരന്തങ്ങൾ തന്നെയാണ്. ഇതുകൂടാതെ ആഗോളതാപനം ഉൾപ്പെടെയുള്ള ആഗോള പ്രതിഭാസങ്ങൾ തീരമേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. അതുകൊണ്ട് തന്നെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.